Hello my dear students. From the previous class we discussed about different types of diversities. Is it? Yes. നമ്മൾ ഒരുപാട് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഫാമിംഗ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ന്യൂ മെത്തേഡ്സ് നമ്മുടെ അഗ്രികൾച്ചറൽ ഫീൽഡിലും ന്യൂ മെത്തേഡ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന പോളി ഹൗസ് ഫാമിങ്ങിനെയും പ്രിസിഷൻ ഫാമിങ്ങിനെയും കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. Today we are going to learn about a new topic that is cultivation without soil. Without soil means നമുക്ക് മണ്ണില്ലാതെ എങ്ങനെയാണ് കൃഷി ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഓക്കെ, can we grow plants without soil? If so, is it possible to overcome the crisis in agriculture like climate change, change in soil texture, lack of irrigation facility, etc. നമ്മൾ പറഞ്ഞ് സോയിൽ ഇല്ലാതെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഫാമേഴ്സിൻ്റെ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് പ്രോബ്ലംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ലൈക്ക് ക്ലൈമറ്റ് ചേഞ്ച്, സോയിൽ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ചസ്, അതുപോലെ തന്നെ ഇറിഗേഷനിൽ ഫെസിലിറ്റീസിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ലേ, ഓവർകം ചെയ്യാൻ പറ്റില്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ്സ് ഓഫ് കോഴ്സ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാൻ പറ്റും വിത്ത് ന്യൂ സയൻറ്റിഫിക് മെത്തേഡായിട്ട് അല്ലെങ്കിൽ ന്യൂ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ. അങ്ങനെ കൾട്ടിവേഷൻ വിത്തൗട്ട് സോയിലിൽ വരുന്ന മെയിൻ 2 മെത്തേഡാണ് കൾട്ടിവേഷൻ വിത്തൗട്ട് സോയിൽ. 2 എണ്ണമാണ് മെയിനായിട്ടുള്ളത്. ഫസ്റ്റ് വൺ hydroponics and aeroponics. ഈ ഹൈഡ്രോപോണിക്സ് എന്താണെന്നും എയറോപോണിക്സ് എന്താണെന്നും നിങ്ങൾക്കറിയോ? നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഹൈഡ്രോപോണിക്സ് മീൻസ് plants are grown in nutrient solution. From the picture we can clearly understand that ഒരു പൈപ്പാണ് അവിടെ കാണുന്നത്. ആ ഒരു പൈപ്പിലാണ് അവിടെ പ്ലാന്റ്സിനെ ഗ്രോ ചെയ്തിട്ടുള്ളത്. സോ ദ പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ ന്യൂട്രിയൻ സൊല്യൂഷൻ. ആ ഒരു പൈപ്പിൻ്റെ അകത്ത് ഫുള്ള് ന്യൂട്രിയൻ സൊല്യൂഷന് ഫില്ല് ചെയ്തിട്ട് അതിൽ പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോപോണിക്സ്. So the hydroponics, which means plants are grown in nutrient solution. Okay, and the next one is aeroponics. Plants are grown in such a way that their roots grow into air and nutrients are spread directly on the roots. So what do you mean by aeroponics? ആ ഒരു പിക്ചറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു പ്ലാന്റിൻ്റെ റൂട്ട്സ് ഒക്കെ എന്ത് ചെയ്യാണ്, എയറിലോട്ട് ഗ്രോ ചെയ്തിട്ട് ആ ഒരു റൂട്ട്സിലോട്ട് ഡയറക്റ്റ്ലി ന്യൂട്രിയൻസിനെ സ്പ്രേ ചെയ്യുകയാണ്. സോ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്നും അതുപോലെ തന്നെ ഇറിഗേഷൻ പ്രോബ്ലംസിൽ നിന്നും ഇനിയിപ്പോൾ സോയിലിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ഓവർകം ചെയ്തിട്ട് നമുക്ക് ബെറ്റർ ക്രോപ്സ് അല്ലെങ്കിൽ ബെറ്റർ ഈൽഡ് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം എന്താണ്, ഈ പ്ലാന്റ്സിൻ്റെ റൂട്ട്സിനെ എയറിലോട്ട് ഗ്രോ ചെയ്തിട്ട് അതിലോട്ട് ഡയറക്റ്റ്ലി ന്യൂട്രിയൻസ് സ്പ്രേ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എയറോപോണിക്സ്. സോ ഹിയർ ദർ ആർ ദ main 2 method cultivation without soil. They are hydroponics and aeroponics. Okay, and ഇവിടെ 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് ആ 3 ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യുക. Okay, and the next one is native varieties for tomorrow. നാറ്റീവ് വെറൈറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്, നാടൻ ഇനങ്ങൾ അല്ലേ. Indigenous varieties of a locality are varieties that acquire natural immunity by adapting to the climate, the availability of food, soil texture of that place, etc. അതായത് ഒരു ലൊക്കാലിറ്റിയിൽ നമ്മുടെ നാറ്റീവ് ആയിട്ടുള്ള വെറൈറ്റീസ് അതിൻ്റെ ക്ലൈമറ്റിനോടും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സോയിലിനോടും ഒക്കെ ഇണങ്ങി നിൽക്കുന്ന ഒന്നായിട്ടായിരിക്കും. വി ഹാഡ് മെനി കാറ്റിൽ വെറൈറ്റീസ് ഓഫ് ഹൈ ഡിസീസ് റെസിസ്റ്റൻസ് ആൻഡ് ലോ കോസ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ്. ദേ ആർ വെരി ലെസ് പ്രൊഡക്ടിവിറ്റി. അതായത് നമുക്ക് പ്രൊഡക്ടിവിറ്റി കുറഞ്ഞിട്ടാണ് എന്നുണ്ടെങ്കിലും വളരെയധികം ഹൈ ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കാറ്റിൽസ് നമുക്ക് നമ്മുടെ നാറ്റീവ് വെറൈറ്റീസിൽ വരുന്നതാണ്. ആൻഡ്
വി ആൾസോ ഹാഡ് ക്രോപ്സ് ഓഫ് ഡൈവേഴ്സ് ടേസ്റ്റ് ആൻഡ് ന്യൂട്രിയൻസ്. അതുപോലെ നമ്മുടെ നാറ്റീവ് വെറൈറ്റീസിൽ വരുന്ന ഒരുപാട് ഡൈവേഴ്സ് ന്യൂട്രിയൻസും ഉണ്ടായിട്ടുണ്ട്. മെനി ഇൻഡിജിനിയസ് ട്യൂബേഴ്സ് ക്രോപ്സ് ആർ ഡിസപ്പിയറിങ് ടുഡേ. ഒരുപാട് നമ്മുടെ നാടൻ ഇനങ്ങളായിട്ടുള്ള ഒരുപാട് കിഴങ്ങ് വർഗ്ഗങ്ങൾ നമുക്കിന്ന് ഡിസപ്പിയറിങ്, നമ്മൾ ഓരോ ഡേ ചെല്ലുന്നിടത്തോളം അതൊക്കെ ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വരുന്നതാണ് കാച്ചിൽ, കൂവ തുടങ്ങിയിട്ടുള്ളതൊക്കെ നമ്മുടെ ഡയറ്റിൽ നിന്നും അത്രയും ന്യൂട്രീഷ്യനസ് ആയിട്ടുള്ള ഫുഡ് നമ്മുടെ ഡയറ്റിൽ നിന്നും ഡേ ടു ഡേ എന്ത് ചെയ്യുകയാണ്, നശിച്ച് അല്ലെങ്കിൽ അതൊക്കെ ഡിസപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്, നമ്മൾ നമ്മുടെ പാഡി ഫീൽഡ് ആയിക്കോട്ടെ, നമ്മുടെ ഏത് സ്ഥലങ്ങളും ഇന്ന് ലെവൽ ചെയ്തിട്ട് ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യും. സോ ഈ ഒരു ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാറ്റീവ് വെറൈറ്റീസ് ഡേ ടു ഡേ ഡിസപ്പിയർ ആയിക്കൊണ്ട് വിത്ത് ദി ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമൺ, മനുഷ്യന്മാരുടെ ഇടപെടൽ മൂലം അല്ലെങ്കിൽ നമ്മുടെ കൃഷിയോടുള്ള നമ്മുടെ ഫാമിങ്ങിനോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞത് മൂലം നമ്മൾ ഏത് ഫുഡ് ഐറ്റംസിനും വേറെയുള്ള സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കൃഷിയോടുള്ള ആ ഒരു അടുപ്പോ ഇഷ്ടവും കുറയ്ക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ നാടൻ ഇനങ്ങൾ ഓരോ ദിവസം കൂടുന്തോറും ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. സോ നമുക്ക് കാണാൻ പറ്റുന്ന ഏതൊക്കെ നാടൻ ഇനങ്ങളാണ് ഇന്ന് ഡിസപ്പിയർ ചെയ്ത് കൊണ്ടിരിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ 2 ടേബിൾ തന്നിട്ടുള്ളത്, ക്രോപ്പും അനിമലും. അതേതൊക്കെയാണ് നിങ്ങൾക്കറിയുന്നത് എന്നുള്ളത് അതിലെഴുതാം. ഇതിൽ മാംഗോ തന്നിട്ടുണ്ട്, മൂവാണ്ടൻ, കിളിച്ചുണ്ടൻ പറഞ്ഞവൊക്കെ ഇപ്പോൾ പണ്ടുണ്ടായിരുന്നതിനെ ബേസ് ചെയ്തിട്ട് അപേക്ഷിച്ചിട്ട് ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. അതുപോലെ പ്ലാന്റെയിനിൽ വരുന്നതാണ് ഞാലിപ്പൂവൻ, പലയംകോടൻ, അതും പണ്ടുള്ളതിനെ ബേസ് ചെയ്തിട്ട് ആദ്യം ഉണ്ടായതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അങ്ങനെയുള്ളത് ഏതൊക്കെ നിങ്ങൾക്ക് അറിയും, വേറെ വെറൈറ്റീസ് ഏതൊക്കെ അറിയും എന്നുള്ളത് അതിൽ എഴുതി ചേർക്കുക. അതുപോലെ തന്നെ കവിൽ വരുന്ന വെച്ചൂർ, കാസർഗോഡ് കുള്ളൻ, ദെൻ കോട്ടിൽ വരുന്ന മലബാരി, അട്ടപ്പാടി ബ്ലാക്ക്, അതുപോലെ വേറെ ഏതൊക്കെയാണ് ഇന്ന് ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആ ഒരു ചാർട്ടിൽ എഴുതി ചേർക്കുക. ഓക്കെ. And the next one of the crises faced by the farmers is the fall in price of product and exploitation by middlemen. നമ്മൾ ഫാമേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിൽ ക്ലൈമറ്റ് ചേഞ്ച് അതുപോലെയുള്ളൊരു പ്രോബ്ലത്തിൽ പറഞ്ഞതായിരുന്നു fall in price of products. പ്രൊഡക്ട്സിൻ്റെ വില നഷ്ടവും അതുപോലെ തന്നെ ഇടനിലക്കാരുടെ ചൂഷണം, അതായത് എക്സ്പ്ലോയിറ്റേഷൻ ബൈ മിഡിൽമെൻ. ഇവരിൽ നിന്നും എങ്ങനെയാണ് ഫാമേഴ്സിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഇന്നത്തെ കാലത്ത് വരുന്ന 2 ഓർഗനൈസേഷൻസ് ആണ് സപ്പോർട്ടിംഗ് ഓർഗനൈസേഷനും ഓർഗനൈസേഷൻ ഓൺലൈൻ ടു. അവരെ ഫാമേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന 2 മെത്തേഡ്സുകളാണെങ്കിൽ ഫസ്റ്റ് വരാണ് സപ്പോർട്ടിംഗ് ഓർഗനൈസേഷൻ. Agricultural societies that help the farmers to market their product without the help of mediators are on the rise these days. ആ ഒരു മീഡിയേറ്റേഴ്സിൻ്റെ ഹെൽപ്പില്ലാതെ അവരുടെ പ്രൊഡക്റ്റ് അവർക്ക് മാർക്കറ്റിൽ പോയി സെയിൽ ചെയ്യാൻ പറ്റാലേ ഉള്ളൂ, അവർക്ക് അതിൽ നിന്നായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുന്നുള്ളൂ. ഓക്കെ. The facility for storage of items such as pepper, coconut, arecanut, rice, vegetables, etc. is also ensured along with marketing facilities. ഇപ്പോൾ പെപ്പർ, കോക്കനറ്റ്, അരക്കനറ്റ്, റൈസ് ഇതൊക്കെ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് എപ്പോഴാണോ അതിന് വില കൂടുന്നത് ആ സമയം നോക്കിയിട്ട് അവർക്ക് അത് എന്ത് ചെയ്യണം, സെല്ല് ചെയ്യാൻ പറ്റണം വിത്തൗട്ട് ദി ഹെൽപ്പ് ഓഫ് എ മീഡിയേറ്റേഴ്സ്. ഒരു മീഡിയേറ്റേഴ്സ് ഇല്ലാതെ അവർക്ക് അത് അവരുടെ സ്വന്തമായിട്ട് മാർക്കറ്റിൽ പോയി അത് സെല്ല് ചെയ്താലേ ഉള്ളൂ അവർക്ക് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടുക. സോ അതിന് വേണ്ടിയിട്ട് അവർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓർഗനൈസേഷൻസ് ഇന്ന് നിലവിലുണ്ട്. അതുപോലെ തന്നെ വേറെ മെത്തേഡാണ് ഓർഗനൈസേഷൻസ് ഓൺലൈൻ ടു. ഓൺലൈനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഒരു ഫാമേഴ്സിൻ്റെ പ്രൊഡക്ട്സിനെ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്. With the rise in demand of organic product, online organization of farmers are gaining importance. ഓർഗാനിക് പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടിയതോടെ ഫാമേഴ്സിൻ്റെയും ഡിമാൻഡ്സ് ഡേ ടു ഡേ കൂടി വരുന്നുണ്ട്. This organization helps to identify the customers for their quality organic product and ensure high prices.
ഈ ഒരു ഓൺലൈൻ വഴി ആയതുകൊണ്ട് തന്നെ ആ കസ്റ്റമേഴ്സിന് ആ ഒരു ഫാമേഴ്സിൽ നിന്ന് അതിൻ്റെ ക്വാളിറ്റി എത്രയാണ്, അതിൻ്റെ പ്രൈസ് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ബാക്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫാമിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും പുതിയതായിട്ട് നമുക്ക് നോളജ് ലഭിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ഓൺലൈൻ വഴി ഇപ്പോഴത്തെ ന്യൂ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓൺലൈൻ വഴിയും ഫാമേഴ്സിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ സപ്പോർട്ടിങ് ഓർഗനൈസേഷൻ ഓൺലൈൻ ടു ഈ ഒരു 2 പ്രോസസ്സിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫാമേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഫാമിങ്ങിനെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഒരു ഡയറി തന്നിട്ടുണ്ട് ഇവിടെ ഒരു ഫാമറിൻ്റെ, അത് നമുക്ക് നോക്കാം. Many things fall into sight during my morning walk through the field. അയാളുടെ ഫീൽഡിലൂടെ മോർണിംഗ് വാക്ക് നടത്തിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അയാൾ കണ്ടിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. Following the advice of the agricultural officer, the soil was tested and lime was added become useful. എന്ത് ചെയ്തിട്ട് അഗ്രികൾച്ചർ ഓഫീസറുടെ അഡ്വൈസ് പ്രകാരം സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് ലൈം മീൻസ് കുമ്മായൊക്കെ പൂശിയിട്ടുണ്ട്. ഫ്രൂട്ട്സ് ബോറേഴ്സ് ഹാവ് സ്റ്റാർട്ടഡ് അറ്റാക്കിംഗ് ദ വെജിറ്റബിൾസ് ഹിയർ ആൻഡ് ദർ. എന്ത് ചെയ്യുന്നുണ്ട്, കായ്ച്ച ആക്രമണങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇറ്റ്സ് ടൈം ഫോർ എ അപ്ലിക്കേഷൻ ഓഫ് ടൊബാക്കോ ഡിക്കോഷൻസ്, അതായത് പുകയില കഷായം യൂസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ദ ബെസ്റ്റ് പോട്ട്സ് ഫ്രം പ്രീ പ്ലാന്റ്സ് ഷുഡ് ബി കളക്റ്റഡ് ഫോർ സീഡ്. നല്ല കായകളൊക്കെ പറിച്ചെടുത്ത് വിത്തിനായിട്ട് ഉപയോഗിക്കണം. എ ലോട്ട് ഓഫ് നൈറ്റ് സോയിൽ ക്യാൻ ബി സീൻ, earthworms must have multiplied. The arecanut saplings have worn out being exposed to sunlight. It's necessary to provide them shade or whitewash their trunks. എന്ത് ചെയ്യുന്നുണ്ട്, കമുകിൻ തൈകളൊക്കെ വെയിലിൻ്റെ ആ ഒരു ഇത് കാരണം അതൊക്കെ ആകെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. സോ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ അതിനെ ട്രങ്ക്സിൽ വൈറ്റ് വാഷ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു ഷെയ്ഡ് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. There was no need to use chemical fertilizers or chemical pesticides since it was an indigenous variety ഓഫ് റൈറ്റ്. ഇൻഡിജിനിയസ് വെറൈറ്റി ഓഫ് റൈസ് ആയതുകൊണ്ട് തന്നെ കെമിക്കൽ പെസ്റ്റിസൈഡ്സോ ഫെർട്ടിലൈസേഴ്സോ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഹൗ നൈസ് ഇറ്റ്സ് ടു സീ ദ പ്ലാന്റ്സ് റൈസിംഗ് ഹെഡ് high in the lush green. Such a diet that include rice and vegetables is not only profitable but also one provides taste, health and satisfaction. ഇത് നമുക്ക് എന്താണ് പറയുന്നത്, ഇത് നമ്മൾ നല്ലൊരു ഡയറ്റിന് മാത്രമായിട്ടല്ല, നമ്മൾ സ്വന്തമായിട്ട് ഫാം ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് നല്ലൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത്, ടേസ്റ്റ് അങ്ങനെയൊക്കെ തരുന്നുണ്ട് സ്വന്തമായിട്ട് നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ. ഹൗ ക്യാൻ ദിസ് ബി റേറ്റഡ്? The result of hard work, something to be experienced. How nice that I could spare some time for farming. അതായത് അയാൾ പറയുന്നത് സ്വന്തമായിട്ട് നമ്മൾ ഫാം ചെയ്താൽ നമുക്ക് വരുന്ന ആ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ചിട്ടാണ്. Did you read the diary note? Is the concept agriculture for all society possible? Not down your opinion. അതായത് അഗ്രികൾച്ചർ ഫോർ ഓൾ സൊസൈറ്റി എന്ന് വെച്ചാൽ എല്ലാവരും കൃഷി ചെയ്യുന്ന ഒരു സമൂഹം അത് പോസിബിൾ ആകുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത് എഴുതുക. ഓക്കെ, ഡു യു തിങ്ക് ദാറ്റ് ദ അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ഓഫ് ദ ഫാമർ ഈസ് സയൻറ്റിഫിക്? ആ ഒരു ഫാമർ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു സയൻറ്റിഫിക് മെത്തേഡിലാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? യെസ്, ദ ഫാമർ ഈസ് വൺ ഹു അപ്ലൈസ് ദി സയൻറ്റിഫിക് മെത്തേഡ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്നുള്ളത് നമുക്ക് നോക്കാം. ദ സയൻറ്റിഫിക് മെത്തേഡ് ഇൻക്ലൂഡ്സ് ഐഡൻറ്റിഫൈങ് ദി പ്രോബ്ലം, collecting information through observation, experimentation, analysis of collected information, formulation of proper inference and improvement of the inference through continuous inquiry. Scientists follow this method. സോ ഒരു സയൻറ്റിസ്റ്റിൽ അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക്കായിട്ട് നമ്മൾ ഒരു ഫാമിങ്ങിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്താണ് പ്രശ്നം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം, ഒബ്സർവേഷൻസിലൂടെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യണം, അത് എക്സ്പെരിമെൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ആ കളക്റ്റഡ് ഇൻഫോർമേഷൻസിനെ അനലൈസ് ചെയ്യണം, പ്രോപ്പർ ഇൻഫോർമേഷൻസിനെ ഫോർമുലേറ്റ് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യണം. അങ്ങനെ ഒരുപാട് സയൻറ്റിഫിക് മെത്തേഡ് ഉണ്ട്. ഈ മെത്തേഡൊക്കെ യൂസ് ചെയ്താലേ ഉള്ളൂ ഒരു അഗ്രികൾച്ചറിൽ നമ്മൾ സയൻറ്റിഫിക് മെത്തേഡായിട്ടാണ് അവിടെ നോക്കിയിട്ടുള്ളത് എന്ന് പറയാൻ പറ്റുന്നുള്ളൂ. ഓക്കെ,
And the next one, the number of people engaged in agriculture either individually or in groups. ഇന്ന് പണ്ട് കുറച്ച് മുന്നത്തെ അപേക്ഷയോളം കുറച്ച് പേരൊക്കെ ഇൻഡിവിജ്വലായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് അഗ്രികൾച്ചറിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദ റീസൺ ബിഹൈൻഡ് ഇറ്റ് ഈസ് അവയർനെസ് ഓഫ് ദി നീഡ് ഓഫ് ഫ്രഷ് ആൻഡ് പ്യുവർ ഫുഡ്. ഇതിന് കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കിട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആർ ദർ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് സച്ച് ആസ് സൺഡേ ഫാമിംഗ്, ഫാമിലി ഫാമിംഗ് എക്സെട്ര ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ സൺഡേ ഫാമിങ്, ഫാമിലി ഫാമിങ് അതുപോലെയുള്ള ഗ്രൂപ്പ്സൊക്കെ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ആൻഡ് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ്? ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് റീക്രിയേഷൻ, നമ്മുടെ മൈൻഡിനൊരു റീക്രിയേഷൻ കിട്ടുന്നുണ്ട്, നമ്മുടെ ബോഡിക്ക് ഒരു എക്സസൈസ് ആകുന്നുണ്ട്, പെസ്റ്റിസൈഡ്സ് ഫ്രീ ഫുഡാണ്, അതായത് വിഷമില്ലാത്ത ഭക്ഷണം കിട്ടുന്നുണ്ട്, യൂട്ടിലൈസേഷൻ ഓഫ് ബാരൻ ലാൻഡ്, അതായത് തരിശു നിലയങ്ങളൊക്കെ നമ്മൾ വിനിയോഗിക്കുന്നുണ്ട്. ഇതുപോലെ എന്തൊക്കെ വേറെ അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നുള്ളത് ആ പോയിൻറ്റ്സിൽ എഴുതി ചേർക്കുക. ആൻഡ് ദ നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ മെയിൻ ഒബ്സ്റ്റക്കിൾസ്? ഇങ്ങനെയൊക്കെ നമ്മൾ വെജിറ്റബിൾസിനോ അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ഫാം ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന ക്രൈസിസ് അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസ് എന്തൊക്കെയാണ്? സ്പേസിൻ്റെ ഒരു കുറവ്, ഇൻഅവൈലബിലിറ്റി അല്ലെങ്കിൽ ലാക്ക് ഓഫ് സ്പേസ്, അതൊരു പ്രോബ്ലമാണ്. അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് സീഡിൻ്റെ ലഭ്യതക്കുറവും ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇഗ്നോറൻസ് ഓഫ് നേർച്ചറിങ്, നമുക്ക് അതിനെക്കുറിച്ചിട്ട് നന്നായിട്ട് അറിയാതെ വരിക, അല്ലെങ്കിൽ പ്ലാന്റ് ഡിസീസ്, അതൊക്കെ എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ ഒബ്സ്റ്റക്കിൾസ് ആയിട്ട് വരുന്നതാണ്. സോ ഏതൊക്കെയാണ് ഒബ്സ്റ്റക്കിൾസ് എന്നുള്ളതും എഴുതുക. നമ്മൾ പറഞ്ഞു ലാക്ക് ഓഫ് സ്പേസ്, നമുക്ക് ഒരുപാട് സ്ഥലമൊന്നും ചിലപ്പം കൃഷി ചെയ്യാൻ കിട്ടിയെന്ന് വരില്ല. അങ്ങനെ നമുക്ക് കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് അതിനെ ഓവർകം ചെയ്തിട്ടും നമുക്ക് ഫാം ചെയ്യാം എന്ന് പറയുന്ന 3 ന്യൂ മെത്തേഡ്സ് ആണ് പറയുന്നത്. ടെറസ് കൾട്ടിവേഷൻ, നമ്മുടെ വീടുകളിൻ്റെ മുകളിലുള്ള ടെറസിൽ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ദിസ് ഗ്രോ ബാഗ് കൾട്ടിവേഷൻ, ഗ്രോ ബാഗൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. അവിടെ പോയിട്ട് ഗ്രോ ബാഗ് മേടിച്ച് അതിൽ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേർട്ടിക്കൽ ഫാമിങ്, വേർട്ടിക്കൽ ഫാമിംഗ് എന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ട് അതിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫാം ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്പേസിൻ്റെ എന്തെങ്കിലും പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ ഈ 3 മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ആൻഡ് ദ നെക്സ്റ്റ് വൺ, നമ്മൾ ഒരുപാട് ക്രൈസിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ. ലൈക്ക് ക്ലൈമറ്റ് ചേഞ്ച്, എൻവിറോൺമെൻറ്റൽ ഡിസ്ട്രക്ഷൻ ആൻഡ് ഹെൽത്ത് പ്രോബ്ലംസ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ക്രോപ്പ് ലോസ്, ലാക്ക് ഓഫ് സ്പേസ്, ഫോൾ ഇൻ പ്രൈസ് എക്സെട്ര. ഇതൊക്കെ നമുക്ക് ഈ ഒരു പോസിബിലിറ്റീസിനെ നമുക്ക് എങ്ങനെയെല്ലാം ഓവർകം ചെയ്യാൻ പറ്റും? അതിൽ ഫസ്റ്റ് പറഞ്ഞതാണ് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളൊരു പ്രശ്നം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വന്നാൽ നമുക്കതിനെങ്ങനെ ഓവർകം ചെയ്യാം? നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരുപാട് മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. അതിൽ വരുന്നതാണ് പോളി ഹൗസ് ഫാമിംഗ് അല്ലേ. നമ്മൾ എന്താണ് ചെയ്യുന്നത്, പോളിത്തീൻ ഷീറ്റ് യൂസ് ചെയ്തിട്ട് ഒരു ഫാമിങ്ങിൻ്റെ ഒരു സ്പേസ് കവർ ചെയ്യുന്നത്. സോ ക്ലൈമറ്റ് ചേഞ്ചിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ നമുക്ക് പോളി ഹൗസ് ഫാമിംഗ് യൂസ് ചെയ്യാം. ലൈക്ക് ഹൈഡ്രോപോണിക്സ്, അതായത് നമ്മൾ പ്ലാന്റ്സിന് ന്യൂട്രിയൻ സൊല്യൂഷൻസിൽ വളർത്തുന്നതിനെയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് എന്നൊരു പ്രോബ്ലം വന്നാൽ നമുക്ക് ഈ 2 മെത്തേഡും യൂസ് ചെയ്തിട്ട് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ആൻഡ് ദ നെക്സ്റ്റ് വൺ, എൻവിറോൺമെൻറ്റ് ഡിസ്ട്രക്ഷൻ ആൻഡ് ഹെൽത്ത് പ്രോബ്ലംസ്. എന്തെങ്കിലും എൻവിറോൺമെൻറ്റലായിട്ടോ ഹെൽത്തായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമുക്ക് എങ്ങനെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റും? സയൻറ്റിഫിക് ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് പേസ്റ്റ് മാനേജ്മെൻറ്റ്, ഓർഗാനിക് വേസ്റ്റ് ഡിസ്പോസൽ. ഇതെന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇത് 3 മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എൻവിറോൺമെൻറ്റൽ ഡിസ്ട്രക്ഷനും ഹെൽത്ത് പ്രോബ്ലംസും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ആൻഡ് ദ തേർഡ് വൺ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപ്പാദന ചെലവ് കൂടിയാൽ നമുക്ക് എങ്ങനെയൊക്കെ ആ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും? ത്രൂ IPM. IPM മീൻസ് ഇൻറ്റഗ്രേറ്റഡ് പേസ്റ്റ് മാനേജ്മെൻറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഡിസ്പോസൽ ഓഫ് ഓർഗാനിക് വേസ്റ്റ്. ഓക്കെ, ഈ 2 പോയിൻറ്റും ആ ടേബിളിൽ ആഡ് ചെയ്യുക. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ക്രോപ്പ് ലോസ്. വിള നഷ്ടം വന്നാൽ നമുക്ക് അതെങ്ങനെയൊക്കെ പോസിബിൾ ആക്കാൻ പറ്റും, ഓവർകം ചെയ്യാൻ പറ്റും? ത്രൂ IPM ആൻഡ് ഹൈടെക് ഫാമിംഗ്. ഒരുപാട് വിളകളുടെ നഷ്ടം വന്നാൽ IPM എന്ന് വെച്ചാൽ ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. അതെന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുഴുവനായിട്ട് കൊന്നെടുക്കാതെ ആവശ്യമുള്ളതിനെ മാത്രം കൊന്നെടുക്കിയിട്ടുള്ളൊരു കൃഷി രീതിയാണ് അത്. സോ ത്രൂ ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഹൈടെക് ഫാമിങ്ങിലൂടെ നമുക്ക് ക്രോപ്പ് ലോസ് എന്നുള്ള പ്രോബ്ലം ഓവർകം ചെയ്യാൻ പറ്റും. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ലാക്ക് ഓഫ് സ്പേസിൻ്റെ പ്രശ്നം വന്ന് നമ്മൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇറ്റ്സ് ടെറസ് ഫാമിങ്,
grow bag cultivation and vertical farming. And the last one, fall in price. വില കൂടിയാൽ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, എങ്ങനെയൊക്കെ നമുക്ക് ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? 2 ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സപ്പോർട്ടിംഗ് ഓർഗനൈസേഷൻ ആൻഡ് ഓർഗനൈസേഷൻ ടു ഓൺലൈൻ. സോ ദീസ് ആർ ദി മെയിൻ മെത്തേഡ്സ്. അതൊക്കെയാണ് എങ്ങനെ ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ വന്നാൽ നമുക്ക് എങ്ങനെയൊക്കെ അതിനെ ഓവർകം ചെയ്യാം എന്ന് പറയുന്ന പോയിൻറ്റ്സാണ് പറഞ്ഞിട്ടുള്ളത്. അത് നോട്ട്ബുക്കിൽ നല്ല കറക്റ്റിൽ എഴുതണം, അത് പഠിക്കും ചെയ്യണം. ഓക്കെ, സോ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഓവറോൾ വ്യൂ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫാമിങ്ങിനോട് എന്ത് ചെയ്യാം, അതിനോട് നല്ല ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിനോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് കൂട്ടിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഫാം ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് അതിൽ നിന്ന് തന്നെ എടുത്ത് നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുത്തണം എന്നാണ് പറയുന്നത്. പിന്നെ ഫാമേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് പറഞ്ഞു, അതിൽ നിന്നൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ന്യൂ മോഡേൺ മെത്തേഡ്സിനെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ. ഇതിൽ ലെറ്റേഴ്സ് എസ്എസ് എന്ന് പറഞ്ഞിട്ട് 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ക്യൂണി കൾച്ചർ ഈസ് റിലേറ്റഡ് ടു, അതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്, ഏതാണ് എന്നുള്ളത് എഴുതുക. ദെൻ ഹൈ ക്വാളിറ്റി ഹൈബ്രിഡ് വെറൈറ്റീസ് പ്രൊവൈഡ് ഹൈ ഹീൽഡ്. ദെൻ വാട്ട് ഈസ് എ നീഡ് ഓഫ് നാറ്റീവ് വെറൈറ്റീസ്, അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നല്ല ഈ ഹൈ ക്വാളിറ്റി ഹൈബ്രിഡ്സൊക്കെ സങ്കര ഇനങ്ങളൊക്കെ നമുക്ക് നല്ല ഹൈ ഹീൽഡ്, നല്ല ഇത് തരുന്നുണ്ട്, നല്ല എന്താ പറയുക, ആ ഒരു ഈൽഡിങ് തരുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമുക്ക് നാറ്റീവ് വെറൈറ്റീസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് എഴുതുക. വിച്ച് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേ ടു റെഡ്യൂസ് ക്രോപ്പ് ലോസ് ഡ്യൂ ടു പെസ്റ്റ്. ക്രോപ്പ് ലോസ്, പെസ്റ്റിന് കാരണം ക്രോപ്പ് ലോസ് ഉണ്ടാകുന്നതിന് എങ്ങനെയാണ് അത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ 4 ഓപ്ഷനിൽ നിന്നും കറക്റ്റുള്ളത് എടുത്തെഴുതാം. Lower price during higher yield. Suggest a practical solution to overcome this crisis faced by farmers. ഫാമേഴ്സ് ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്, അവർക്കൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്തിന്? ലോവർ പ്രൈസ് ഡ്യൂറിങ് ഹയർ ഈൽഡ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് അവർക്കൊരു നല്ല സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇത്രയാണ് ലെറ്റേഴ്സ് എസ്എസിൻ്റെ വർക്കും അതുപോലെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ളൊരു വർക്കും. ഈ ചാപ്റ്റർ കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, വലിയൊരു റിസ്ക്കുള്ള ചാപ്റ്ററാണെന്നൊക്കെ തോന്നും, പക്ഷേ ഒന്നുമില്ല, സിമ്പിളാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ് നമുക്ക് ഇത് പഠിക്കാനുള്ളത്. ഫാമിങ്ങിൻ്റെ ആ ഒരു ഇത് എന്താണെന്നും മെയിനായിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫസ്റ്റ് തൊട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫുഡ് സ്കാസിറ്റിയും ഫുഡ് സെക്യൂരിറ്റി എന്താണെന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഫീൽഡിൽ ഫാമേഴ്സ് ഫേസ് ചെയ്യുന്ന ക്രൈസിസ് എന്തൊക്കെയാണ്, ആ പോയിൻറ്റ്സ് പഠിച്ചു വെക്കുക. ദെൻ എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, അത് ഏതൊക്കെയാണ് അതിൽ പെടുന്നത്, എങ്ങനെയൊക്കെ നമുക്ക് സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും, മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് എന്താണ് എന്നുള്ളത് പഠിക്കുക. ദെൻ എന്താണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പഠിക്കണം. അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഏതൊക്കെയാണ്. അതുപോലെ നമ്മൾ റീപ്പിംഗ് ഡൈവേഴ്സിറ്റിയിൽ ഒരുപാട് ഡൈവേഴ്സിറ്റീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പികൾച്ചർ, ഫ്ലോറികൾച്ചർ, ക്യൂണികൾച്ചർ, മഷ്റൂം കൾച്ചർ എക്സെട്ര. അത് ഏതൊക്കെയാണ് എന്നുള്ളത് മെയിനായിട്ട് പഠിക്കുക, അതിൻ്റെ വെറൈറ്റീസും എക്സാമ്പിൾസും പഠിക്കുക. ദെൻ പോളി ഹൗസ് ഫാമിംഗ്, പ്രിസിഷൻ ഫാമിംഗ് പോലെയുള്ള ന്യൂ മോഡേൺ മെത്തേഡ് ഓഫ് ഫാമിങ്ങിനെ കുറിച്ചിട്ടും സോയിലില്ലാതെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയ ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സിനെ കുറിച്ചിട്ടും മെയിനായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ലാക്ക് ഓഫ് സ്പേസ് വന്നാൽ നമുക്ക് എങ്ങനെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റും, അത് ഏതൊക്കെയാണ് മെത്തേഡ്, അതിനെക്കുറിച്ചിട്ടൊക്കെ പഠിക്കുക. ഇത്രയാണ് ഈ ചാപ്റ്ററുള്ളത്. ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിച്ച് ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.